ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 5-ാം ഞായറിൽ നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെടുന്ന വചനഭാഗം ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിന്റെ ഒരു ലഘു വ്യാഖ്യാനം നൽകുകയാണ്. യേശു ശിമയോനെയും അവനോടൊപ്പം ജോലിയിൽ ഏർപ്പെടുന്ന യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും വിളിക്കുന്ന ഭാഗമാണ് നാം ശ്രവിക്കുന്നത്. യേശു തന്റെ ആദ്യ ശിഷ്യരെ വിളിക്കുന്നത് ലൂക്കാ സുവിശേഷകൻ പ്രകാരം ഒരു അത്ഭുതത്തിന്റെ പിൻബലത്തോടെയാണ്. ഇതിനു മുന്നോടിയായി തനിക്ക് ചുറ്റും കൂടിയവരോട് യേശു തന്റെ പ്രബോധനങ്ങൾ നൽകുന്നതായും സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് ഗനേസറത്ത് തടാക തീരമാണ്. ഈ തടാകം സുവിശേഷ ഭാഗങ്ങളിൽ പലയിടത്തും ഗലീലി, തിബേരിയസ് തുടങ്ങിയ നാമങ്ങളിലും അറിയപ്പെടുന്നതായി വിവരിക്കുന്നുണ്ട്. ഉദാഹരണം മത്തായി 4:18, യോഹന്നാൻ 6:1. യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ ദർശിച്ച ഒരു ജനക്കൂട്ടം നിരന്തരം യേശുവിനെ ശ്രവിക്കുവാൻ പിന്തുടർന്നിരുന്നതായി സുവിശേഷകൻ സൂചിപ്പിക്കുന്നു. ഇതേ ജനസഞ്ചയമാണ് യേശുവിനെ ശ്രവിക്കുവാൻ ഗനേസറത്ത് തടാക തീരത്തും സന്നിഹിതരായിരുന്നത്. ശ്രോതാക്കളോട് സംവദിക്കാനായി യേശു ആ തീരത്ത് തിരഞ്ഞെടുക്കുന്ന വള്ളം ശിമയോന്റേതായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് കേവലം സാന്ദർഭികമായി സംഭവിക്കുന്നതല്ല. ഭാവിയിൽ യേശുവിന്റെ ശിഷ്യരുടെ ഇടയിൽ പത്രോസിന് കൽപ്പിച്ചു കൊടുക്കേണ്ടി വരുന്ന സുപ്രധാനമായ ഒരു സ്ഥാനത്തെ അത് സൂചിപ്പിക്കുന്നു. ശിമയോന്റെ വള്ളത്തിൽ ഇരുന്നു കൊണ്ടാണ് യേശു ജനങ്ങളെ നോക്കി ദൈവവചനം പഠിപ്പിച്ചത്. ദൈവപിതാവിന്റെ മാനവരാശിക്കു വേണ്ടിയുള്ള രക്ഷാകര പ്രവർത്തനങ്ങളായിരുന്നു യേശുവിന്റെ പ്രബോധനത്തിന്റെ ഉള്ളടക്കം. അതാകട്ടെ യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ സിനഗോഗിൽ വെച്ച് അവിടുന്ന് പ്രഖ്യാപിച്ച യേശയ്യാ പ്രവചനത്തിന്റെ പ്രതിധ്വനിയുമാണ്. ദൈവവചന പ്രബോധനത്തിന് ശേഷം ലൂക്ക വായനക്കാർക്ക് നൽകുന്നത് യേശു നടത്തിയ ഒരു അത്ഭുതത്തിന്റെ വിവരണമാണ്. രാത്രിയിലുടനീളം വല വീശിയിട്ടും ഒരു മീനും കിട്ടാതിരുന്ന ശിമയോനെയും കൂട്ടരെയും ആഴങ്ങളിലേക്ക് വലയെറിയുവാൻ യേശു നിർദ്ദേശിക്കുന്നു. യേശു ഇപ്രകാരം നിർദ്ദേശിക്കുമ്പോൾ വള്ളങ്ങൾ മുങ്ങാറാവുവോളം മത്സ്യങ്ങൾ ലഭിക്കുകയാണ്. ഈ അത്ഭുത വിവരണത്തിലും പ്രാധാന്യം നൽകപ്പെടുന്നത് ശിമയോനാണ്. സംഭാഷണവും യേശുവും ശിമയോനും തമ്മിൽ മാത്രമാണ്. ഇവിടെയും മറ്റു ശിഷ്യരുടെ ഇടയിൽ ഭാവിയിൽ ശിമയോന് ലഭിക്കാനിരിക്കുന്ന പ്രാധാന്യത്തെ ലൂക്ക മുന്നിൽ കാണുന്നു. അതോടൊപ്പം ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നതിന് ആവശ്യമായ ത്യാഗത്തെയും ഈ അത്ഭുതം അനുസ്മരിപ്പിക്കുന്നു. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സമ്പദ് സമൃദ്ധിയിലേക്ക് കടന്നു വരുവാൻ യേശുവിന്റെ സാന്നിധ്യം ശിമയോനെയും കൂട്ടരെയും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ സമൃദ്ധിയിൽ വള്ളം മുങ്ങുന്നുണ്ടെങ്കിലും അവർ മുങ്ങുന്നില്ല. സമാനമായൊരു അത്ഭുത പ്രവർത്തനം യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം സംഭവിക്കുന്നതായി യോഹന്നാൻ സുവിശേഷകനും പ്രതിപാദിക്കുന്നുണ്ട്. 21-ാം അധ്യായം 1 മുതൽ 14 വരെ. ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിന് ഈ രണ്ട് വിവരണങ്ങളും വിധേയമാകുമ്പോൾ ധാരാളം സമാനതകൾ കണ്ടെത്താൻ സാധിക്കും. ഈ സമാനതകൾ സൂചിപ്പിക്കുന്നത് ഒരേ പാരമ്പര്യത്തെ, അതായത് ഒരു സംഭവത്തെ രണ്ട് സുവിശേഷകർ വ്യത്യസ്ത കോണുകളിലൂടെ നോക്കിക്കാണുന്നു എന്നതാണ്. തുടർന്നുള്ള സംഭവ വികാസങ്ങളിലൂടെ മറ്റൊരു തലത്തിലേക്ക് സുവിശേഷകൻ അനുവാചകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ പ്രധാനമായും ശിമയോനെ ശിഷ്യനായി യേശു നിയോഗിക്കുകയാണ്. കാരണം
ഒന്ന്, യേശുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ വിളിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ശിമയോൻ യേശുവിനെ അറിഞ്ഞിരുന്നു. 2, അത്ഭുത വിവരണത്തിലുടനീളം ശിമയോനാണ് യേശുവിനോട് സംസാരിക്കുന്നത്. 3, ശിമയോനെ മാത്രമാണ് യേശു നിയോഗിക്കുന്നത്. നീ ഇപ്പോൾ മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാകും. 4, യാക്കോബിനെയും യോഹന്നാനെയും പങ്കുകാരായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശിമയോനെ ശിഷ്യനായി നിയോഗിക്കുന്നതിന്റെ പിന്നിൽ വ്യക്തമായൊരു ലക്ഷ്യം തന്നെയുണ്ട്. അത് മനുഷ്യരെ പിടിക്കുക എന്നതാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ മീൻ പിടിക്കുക എന്നത് ആലങ്കാരികമായി ന്യായവിധിക്കായി ജനങ്ങളെ ശേഖരിക്കുക എന്നതാണ്. ആമോസ് 4-ാം അധ്യായം 2-ാം വാക്യം, ഹബക്കൂക്ക് 1:14 മുതൽ 15 വരെ, ജെറമായ 16-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ സുവിശേഷങ്ങളിൽ മനുഷ്യരെ പിടിക്കുക അർത്ഥമാക്കുന്നത് ദൈവരാജ്യത്തിനായി മനുഷ്യരെ നേടുക എന്നതാണ്. ദൈവരാജ്യത്തിലേക്ക് മനുഷ്യരെ നേടുന്നതിൽ ശിമയോന് പിൽക്കാലത്ത് ഉണ്ടാകാനിരിക്കുന്ന വിജയത്തിന്റെ പ്രതീകമാണ് യേശു പ്രവർത്തിച്ച അത്ഭുതകരമായ മത്സ്യബന്ധനം. ഈ ദൗത്യത്തിൽ ശിമയോൻ ഒറ്റയ്ക്കല്ല. അവനെ സഹായിക്കുവാൻ പങ്കുകാരായ യാക്കോബും യോഹന്നാനും കൂടെയുണ്ട്. അവരും ശിമയോനോടൊപ്പം സകലതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നു. കുടുംബം, സ്വത്ത്, തൊഴിൽ തുടങ്ങിയവയെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും യേശുവിനെ അനുഗമിക്കുന്നതിലൂടെയാണ് യേശു ഭരമേൽപ്പിച്ച മനുഷ്യരെ നേടുക എന്ന ദൗത്യം അർത്ഥപൂർണമായി നിർവഹിക്കുവാൻ ശിഷ്യർക്ക് കഴിയുക. പ്രിയമുള്ളവരെ, ദൈവവുമായുള്ള സമ്പർക്കം നമ്മുടെ ആന്തരിക തലത്തെ സ്പർശിക്കുന്നു. നമ്മുടെ ഹൃദയാന്തരം നമുക്ക് തന്നെ ദൈവം കാണിച്ചു തരും. ദൈവം ഇങ്ങനെ ചെയ്യുന്നത് നമ്മിൽ പുതിയ ജീവിതത്തിന്റെ പ്രത്യാശ ഉണർത്തുവാനും അവിടുത്തെ കാര്യങ്ങൾക്കുമായി നമ്മെ പുനർജീവിപ്പിക്കുവാനും വേണ്ടിയാണ്. ശിഷ്യത്വമില്ലാത്ത ക്രൈസ്തവ ധർമ്മം എപ്പോഴും ക്രിസ്തുവില്ലാത്ത ക്രൈസ്തവ ധർമ്മമാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.